ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോ സമയത്തും ദിവ്യാരാധനയിലേക്ക് വരുന്നത് ദൈവം നമ്മോട് കാണിക്കുന്ന പ്രത്യേകമായ വാത്സല്യമായി, സ്നേഹമായി നമ്മൾ കണക്കാക്കണം. ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ വചനം കേൾക്കാനും കർത്താവിൻ്റെ അടുത്തേക്ക് ഒക്കെ വരാൻ കഴിയുന്നതിന് ചില യോഗ്യതകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഒന്നും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കാൻ വേണ്ടി ഈശോൻ്റെ അടുത്ത് വരാൻ അവരുടെ സ്വാഭാവികമായ കാരണങ്ങളാൽ പറ്റണില്ല. കാരണം എന്താണ്? മർക്കോസ് 3:17 വായിക്കുമ്പോൾ നമുക്കറിയാം ആരാണ് കർത്താവിൻ്റെ അടുത്ത് വരുന്നതെന്ന്. അവിടെ നിന്ന് താൻ ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞ് അവിടുന്ന് താൻ ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു. ഇപ്പോൾ മർക്കോസ് 3:17 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ കർത്താവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. കാര്യം നമ്മൾ മനസ്സുകൊണ്ട് കർത്താവിൻ്റെ അടുത്താണല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആരാധന ഇപ്പോൾ കൂടാൻ കഴിയണത്? കർത്താവിന് നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? കർത്താവിൻ്റെ ഇഷ്ടമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 3:13 കണ്ടോ? അവൻ തനിക്കിഷ്ടമുള്ളവരെ അവിടുത്തെ അടുത്തേക്ക് വിളിച്ചു. അപ്പം നമ്മളിപ്പോൾ ഓൺലൈനായാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും കർത്താവിൻ്റെ അടുത്തേക്കുള്ളൊരു വിളിയാണ്. ആരാധനയുടെയും വചനം കേൾക്കാനുള്ള ഈ നിമിഷം കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഒരു വിളിയും നമ്മൾക്ക് കേൾക്കാൻ ബാധ്യസ്ഥരല്ല. ഇപ്പം ചില ആൾക്കാരൊക്കെ ഇല്ലേ, പള്ളിയിൽ വന്നു, കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ജോലിക്കാര്യത്തിന് ആരെങ്കിലും അവരെ വിളിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പള്ളിയിലുള്ള എല്ലാവരെയും ആ മൊബൈൽ റിംഗ് കേട്ട് അസ്വസ്ഥരാക്കും. പിന്നെ അവർ ചാടിപ്പുറത്ത് പോകും. കോൺസെൻട്രേഷൻ ടൈം ആണെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് നിറവോടെ ഇറങ്ങി വന്ന് ദിവ്യകുർബാന കർത്താവിൻ്റെ തിരുശരീരം മാറ്റുന്ന സ്വർഗീയ നിമിഷമാണെങ്കിൽ പോലും ഈ മനുഷ്യർ പുറത്തു പോയി ആ സമയത്ത് ഫോൺ ചെയ്യണ കാണാം. അപ്പോൾ അവർ പറയണത് ആ കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ആ മേശരി പിന്നെ വിളിക്കത്തില്ലെന്നാണ് പറയണത്. അങ്ങനെ അവരുടെ ജോലി പോകുമെന്നാണ് പറയണത്. അങ്ങനെ ഒരാളെന്നുമല്ല, ഞാൻ കുറേ ആൾക്കാർ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ദിവ്യകുർബാനയുടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ ശബ്ദിക്കുകയും ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാതെ നേരെ പുറത്ത് പോയി അവരോട് ആവശ്യത്തിന് സംസാരിച്ചിട്ട് തിരിച്ച് വരുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, സൗമ്യമായിട്ട് ചോദിക്കണമെങ്കിൽ പറഞ്ഞാൽ ജോലി പോയാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. നമുക്ക് ഈ പരീക്ഷണങ്ങളൊക്കെ വരണില്ലേ? ഇതാണ് അവസ്ഥ. ജോലി പോയി അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അപ്പം കയ്യിൽ നിന്ന് പോയാൽ എന്ത് ചെയ്യും? കർത്താവ് പോയാൽ പിന്നെയും വരുമെന്ന് വിചാരിക്കാം. അപ്പം പോയാൽ എന്ത് ചെയ്യും? ജോലി പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ ഒരു ചെറിയ സിംഗിൾ ഇൻസിഡൻറ്റ് കൊണ്ട് തന്നെ നമ്മളെ അങ്ങ് വിധിച്ചു, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ബോധ്യമാക്കി കൊടുക്കുകയാണ് ശരിക്കും. പക്ഷേ ചില വില്ലന്മാരുണ്ട്, പരിശുദ്ധാത്മാവ് നിറവുള്ളവരുണ്ട്, പറയും എനിക്ക് കർത്താവാണ് എന്നെ വിളിച്ച് നിർത്തിയിരിക്കുന്നത്. വല്ല ആണ്ടനും അഴകോടനും അപ്പം തരാമെന്നും പറഞ്ഞ് കാണിച്ച് വിളിച്ചാൽ കല്ല് അപ്പമാക്കാൻ പറഞ്ഞ ആൾക്കാരുടെ ഈ കാലഘട്ടത്തിലുള്ള തലമുറയായിരിക്കും വിളിക്കണത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, കല്ല് അപ്പമാക്കാണ് പ്രശ്നമാണല്ലോ ബൈബിളിൽ ഒരു ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നമ്മളോർക്കും അത് സാത്താൻ പറഞ്ഞൊരു വിഷയമല്ലേ എന്ന് പറയും. അല്ല, ബൈബിൾ മൊത്തം അതാണ്. ദൈവത്തെ തൂക്കി നോക്കുന്ന അപ്പത്തിനേക്കാൾ വലിയ പ്രാധാന്യം, ദൈവത്തിനേക്കാൾ വലിയ പ്രാധാന്യം അപ്പത്തിന് കൊടുക്കുന്ന ഉണ്ടോ ഇല്ലയോ? ആർ യു ഫെയ്ത്ത്ഫുൾ ഓർ നോട്ട്? നീ ഒരു വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ
അതിൻ്റെ ആന്തരികമായ അർത്ഥത്തിൽ അപ്പത്തിനാണോ നീ കൂടെ പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവത്തിനാണോ? അപ്പവും ദൈവവും ഒരുമിച്ച് വന്നാൽ നീ ഏതിന് പ്രാധാന്യം കൊടുക്കും? അനുസരിച്ചാണ് നമ്മൾ വിശ്വാസിയായിരിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചില സമയത്ത് ദൈവത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാത്ത ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ വരും. ദൈവത്തിന് എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ കൂടെ നിന്ന് വന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് എന്നാ സംഭവിച്ചു? ഭർത്താക്കന്മാർക്ക് എന്ത് സംഭവിച്ചു? അച്ഛന്മാർക്ക് എന്ത് സംഭവിച്ചു? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത്, ദൈവത്തിന് എന്ത് സംഭവിച്ചു, ആത്മീയതയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അപ്പത്തിലേക്കുള്ള നമ്മുടെ ചായ്വിൻ്റെ ബഹിസ്ഫുരണമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. അതിപ്പോൾ ചോദിക്കാൻ തുടങ്ങിയതല്ല. ഇതെല്ലാം പഴയ പ്രശ്നങ്ങൾ തന്നെയാണ് ശരിക്കും. ഇപ്പം നമ്മൾ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്നല്ല ജനം ചോദിച്ചത്, അഹറോനോട് ചോദിച്ചത്. പുറപ്പാട് 32:1, നമ്മളെ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു? അപ്പം എന്ത് സംഭവിച്ചു എന്ന്, ഒന്നും സംഭവിക്കാത്തപ്പോഴും എന്തോ സംഭവിച്ചു എന്ന് വരത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം എന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ എന്തിനാ കർത്താവിൻ്റെ വചനം ധ്യാനിക്കണത്, വായിക്കണത്? കഴിഞ്ഞ തലമുറയിലുള്ളവർ ദൈവത്തെ എങ്ങനെ അഭിമുഖീകരിച്ചു? ഇങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ അവരെങ്ങനെ അതിനെ സമീപിച്ചു, എന്ത് നിലപാടെടുത്തു? ഇപ്പോൾ എന്താ ചോദ്യം? എന്താ? മോശസ് കുറച്ച് കാലത്തേക്ക് പ്രാർത്ഥനയിലേക്ക് ദൈവം അവനെ വിളിച്ചു. അപ്പോൾ അവൻ്റെ ആബ്സൻസ് അവിടെ വന്നു. ആബ്സൻസ് വരുമ്പോൾ കുറേ ആൾക്കാർ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. എന്താണ്? മോശയ്ക്ക് എന്ത് സംഭവിച്ചു? അതാണ് 32 പുറപ്പാട് 32:1. നമ്മൾ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു? വികാരിച്ചന് എന്ത് സംഭവിച്ചു? ബിഷപ്പിന് എന്ത് സംഭവിച്ചു? കന്യാസ്ത്രീക്ക് എന്ത് സംഭവിച്ചു? സഭയ്ക്ക് എന്ത് സംഭവിച്ചു? ഇങ്ങനെ ചോദ്യങ്ങൾ ഉയർത്തുന്ന കാലം എന്താണ്? കാളക്കുട്ടിയെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ചോദ്യങ്ങൾ ഉയർത്തണത്. അതെപ്പോഴും നമ്മൾ ഓർക്കണം. ഈ രഹസ്യ അജണ്ടകളെല്ലാം സത്യദൈവത്തിൽ നിന്ന് ജനത്തെ പിന്തിരിപ്പിച്ചുകൊണ്ട് കാളക്കുട്ടിയെ ആരാധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളവരെ, അപ്പം കൊണ്ട് മാത്രമാണ് ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവരെ എപ്പോഴും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ,
പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും. ഓ ദിവ്യമാം കാരുണ്യമേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, സന്തോഷത്തോടെ ദിവ്യകാരുണ്യമേ. തിരുവത്താഴം തിരുവത്താഴമേശയിൽ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ. സ്നേഹത്തോടെ ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവൻ അഹറോനെ വളഞ്ഞു വെച്ച് ഞങ്ങൾക്ക് കാളക്കുട്ടിയെ നിർമ്മിച്ചു തരാൻ സമ്മർദ്ദം ചെയ്തു. വിശ്വാസിയെ എപ്പോഴും, വിശ്വാസികളിൽ എന്ന് നമ്മൾ കരുതപ്പെടുന്നവരെ എല്ലാവരും വിശ്വാസികളാകണമെന്ന് നിർബന്ധമില്ല. ഇറ്റ്സ് എ ഫാക്ട്. നമ്മൾ വിശ്വാസികൾ ആണെന്ന് കരുതപ്പെടുന്നവർ, അവരുടെ ചിലപ്പോൾ വിശ്വാസികളുടെ പേരുണ്ടാകാം, പക്ഷെ അവർ വിശ്വാസികളാണെന്ന് ഒരിക്കലും നിർബന്ധമില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അഹ്റോനെ വളഞ്ഞു വെച്ചിട്ട് പറയണത് ഞങ്ങൾക്ക് കാളക്കുട്ടിയെ ഉണ്ടാക്കി തരണം. ഉടനെ അഹ്റോൻ പറഞ്ഞു ശരി. അഹ്റോനെ കാലിടറണത് കണ്ടില്ലേ? ശരിക്കും നിങ്ങൾ കാതിലെ വളയവും ജിമിക്കൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു അവരെ. അപ്പോൾ ചേച്ചിമാരെല്ലാം അതെല്ലാം ഊരിക്കൊടുത്തു. അപ്പോൾ തന്നെ സാധാരണ സ്വർണ്ണ കൊതിച്ചുകളാണ് പെണ്ണുങ്ങൾ. പക്ഷേ ഇപ്പോൾ ഈ വിഷയത്തിൽ വന്നപ്പോൾ ഒരു പ്രലോഭനം, ദൈവത്തിനെതിരെ ഒരു പ്രലോഭനം വന്നാൽ സാത്താൻ ആ വിഷയങ്ങൾ ശരിക്കും അങ്ങ് മുതലെടുക്കും. ചേച്ചിമാരെല്ലാം സ്വർണവും വളയും മാലയൊക്കെ ഊരിക്കൊടുത്ത് അഹ്റോൻ ആദ്യം പറയുന്നത് അത് ഇപ്പം 32:4 പുറപ്പാടിൻ്റെ പുസ്തകം 32:4 അവനത് തീയിലേട്ടിട്ട് അപ്പോൾ ഉടനെ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തെന്നാണ് പറയണത്. ഗോൾഡൻ കാഫ് വാർത്തെടുത്തു. വാർത്തെടുത്ത് കഴിഞ്ഞപ്പോൾ ജനത്തിൻ്റെ ഭാവം മാറി. അതായത് തീത്തൂണായി, പകൽ മേഘസ്തംഭമായി, ചെങ്കട പുലർത്തി തങ്ങളെ നയിച്ചു കൊണ്ടുവന്ന ദൈവത്തെ മറക്കാൻ ഒരു നിമിഷം മതി ജനത്തിന്. എല്ലാവർക്കുമല്ല, കുറച്ച് പേർക്ക്. അവരെന്നാ പറയണത്? ഈ കാളക്കുട്ടിയാണ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ചത്. അപ്പോൾ അത് കാര്യവിഷയം മാറി. അഹ്റോൻ വീണ്ടും മാറുകയാണ്. അഹ്റോൻ തീരുമാനിച്ച് ഒരു ബലിപീഠം ഉണ്ടാക്കിയെടുക്കാം. ബലിപീഠം ഉണ്ടാക്കുക മാത്രമല്ല, നമ്മൾ നോക്കുമ്പോൾ പുറപ്പാട് 19:20 ജനങ്ങൾ ഈ കാളക്കുട്ടിയുടെ മുമ്പിൽ 2-3 കാര്യങ്ങളാണ് ചെയ്യണത്. എന്തൊക്കെയാണ്? അവർ തിന്നാനും കുടിക്കാനും, പിന്നെ എന്താണ്, വിനോദങ്ങളിൽ ഏർപ്പെടാനും തുടങ്ങിയെന്ന്. എന്ത് വിനോദമാണെന്ന് അറിയത്തില്ല. DJ പാർട്ടിയൊക്കെ ഇവിടുന്നാണ് വരണത് ശരിക്കും. അതായത് ഇപ്പം ഇതൊന്നുമല്ല, മനുഷ്യൻ്റെ ഈ പ്രകൃതി, ജഡപ്രകൃതിയിലുള്ള സാധനമാണ് ഇതൊക്കെയല്ല. അതാണ് 19:20 പറയും. ജനങ്ങൾ ഈ കാളക്കുട്ടിയുടെ മുമ്പിൽ ജനങ്ങൾക്കറിയാവുന്ന ആരാധന എന്താ? തീറ്റയും കുടിയും. അതല്ലേ ഈ ബാറൊക്കെ തുറക്കണമെന്ന് പറഞ്ഞ് എന്തോ ഒരു ബഹളമാണ്. ദേവാലയം അടക്കണമെന്നും പറഞ്ഞ് ബഹളം. അത് തിങ്സ് ആർ റിപ്പീറ്റിംഗ്. ദേവാലയം അടക്കണമെന്നും പറഞ്ഞല്ലേ ബഹളം. ബാറ് തുറക്കണമെന്നും പറഞ്ഞ് ബഹളം. 10,000-കണക്കിന് അബോർഷൻ നടന്നിട്ട് ഒരു പട്ടിയും തിരിഞ്ഞ് നോക്കിയില്ല. ഒരു ആനക്കുഞ്ഞ് എത്തുമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നത്. മനുഷ്യനേക്കാൾ വലിയ പ്രാധാന്യമാണ് മൃഗത്തിന്. ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഏത് തരം സമൂഹത്തിൽ ജീവിക്കുന്നത് ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സമൂഹത്തിൽ വിശ്വസിക്കണോ വേണ്ടേ എന്ന്. ആരിലാണ് വിശ്വസിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ ഈശോ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. കാരണം എല്ലാവർക്കും കയറി പറയാൻ പറ്റത്തില്ല ആരിലാണ് വിശ്വസിക്കേണ്ടതെന്ന്.
ആരെയാണ് ഭയപ്പെടേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് ഈശോ പറഞ്ഞ എന്താ കാര്യം? എല്ലാവരും കയറി പറയാൻ പറ്റത്തില്ല ആരെ ഭയപ്പെടണമെന്ന്. കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നതിന് മാത്രം ഭയപ്പെടുക, ദൈവത്തെ മാത്രം ഭയപ്പെടാൻ. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ലൂക്കാ 12:12 ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബൈബിൾ പറയുമേ, ചില സമയത്ത് മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ ചിന്ത, ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അറിവും ആശയമൊക്കെ മാറിപ്പോവും. ഇപ്പോൾ ആ കാളക്കുടിയുടെ മുമ്പിൽ അവരെന്നാ ചെയ്തത്? തീറ്റിയും കുടിയും പിന്നെ എന്താ വിനോദങ്ങളിൽ ഏർപ്പെട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ പുറപ്പാട് കണ്ടത് 32:4 തീറ്റിലും കുടിയിലും പിന്നെ വിനോദങ്ങളിലും ഏർപ്പെട്ടു. അപ്പോൾ അവർക്ക് അതായത് അവർക്ക് തീറ്റയും കുടിയും വിനോദവും ഇതെന്നും ഇത് തന്നെ പ്രശ്നമായിരുന്നു. ഇവിടെ നിന്നാണ് വിശ്വാസം രൂപപ്പെട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈശോ നിക്കോദേമോസിനോട് പറയുന്നില്ലേ, ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡവും 3:6 യോഹന്നാൻ്റെ സുവിശേഷം ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണെന്ന്. ഇപ്പം സത്യമല്ലാത്ത വസ്തുക്കളെ ആരാധിക്കുമ്പോൾ മനുഷ്യനെ ആരാധിക്കുന്നത് അവനെ തന്നെയായിരിക്കും. ഇപ്പം നാർസിയൂസ് എന്നും പറഞ്ഞ് നമ്മുടെ ഗ്രീക്ക് തത്വശാസ്ത്രത്തിൽ പഠിക്കത്തില്ലേ, നാർസിയൂസ് ഒരുത്തൻ അവൻ്റെ സൗന്ദര്യം തന്നെ എപ്പോഴും വെള്ളത്തിലും കണ്ണാടിയിലും കണ്ടുകൊണ്ടിരുന്നിട്ട് സ്വന്തം സൗന്ദര്യത്തെ സ്വന്തം ആരാധിച്ചുകൊണ്ടിരിക്കും. അതാണ് നാർസിസം എന്ന് പറയുന്നത്. ഇതുപോലെ മനുഷ്യന് അവനെ തന്നെ ആരാധിക്കാൻ, മനുഷ്യൻ തന്നെയാണ് ദൈവം എന്ന ചിന്ത ആധുനിക ചിന്തയുടെ ഭാഗമായിട്ട് പോലും നമ്മൾ പഠിക്കുന്നില്ലേ, മനുഷ്യൻ തന്നെയാണ് ദൈവമെന്ന്. ഇതൊന്നും പുതിയതല്ല. ഇതെല്ലാം മാനവികതയുടെ പേരിൽ ഇതൊക്കെ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും അജ്ഞതയുടെ കാലഘട്ടമെന്ന് ബൈബിൾ വിളിക്കണ ഇതിനെയാണ്. അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല എന്ന് പറഞ്ഞില്ലേ 17:30 നടപടി പുസ്തകത്തിലെ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, മഹത്വം ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യൻ്റെ ഇച്ഛാശക്തികളെ, ജഡികമോഹങ്ങളെ ദൈവതുല്യം മനുഷ്യൻ ആരാധിക്കുന്ന ഒരു പ്രവണത അനാദികാലം മുതലേ നിലനിൽക്കുന്നതാണ്. പുതിയ മാനവിക ചിന്തകളിലെല്ലാം മനുഷ്യ നീ തന്നെയാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് വലിയ കേമത്തൊക്കെ പറയുന്ന താത്വിക പ്രബോധനങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം ആദ്യം പ്രാചീന മനുഷ്യൻ്റെ ജഡമോഹങ്ങളിൽ നിന്ന് ആദ്യകാലങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അവിടുന്ന് എത്രയോ കാലം മനുഷ്യരാശി മുന്നോട്ട് സഞ്ചരിച്ചു. പിന്നെയും നമ്മളെ ഇങ്ങനെയുള്ള പിന്തിരിപ്പൻ ചിന്താഗതികൾ പിന്നോട്ടടിക്കണേ കാണുമ്പോൾ അതിനൊന്നും ആധുനികതയുടെ പേരിൽ കൊട്ടിഘോഷിക്കേണ്ട ഒരു കഥയുമില്ല. എന്താണ് കാരണം?
ജഡത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നതെന്ന് ഉള്ള ചിന്താ പദ്ധതികൾ പൗലോസിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു. എപ്പിക്യൂറിയൻസിനെ കുറിച്ച് അതാണ് പറയണത്. എപ്പിക്യൂറിയൻസിനെ കുറിച്ച് പൗലോസ് എന്താ പറയണത്? ഉദരമാണ് അവരുടെ ദൈവം, നാശമാണ് അവരുടെ അന്ത്യം. ഫിലിപ്പിയ ലേഖനം 3:19. ഉദരത്തെ ദൈവമായി കാണുന്നവരുണ്ട്. ഉദരത്തെ ദൈവമായി കാണുന്നവരുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഉദരമാണ് അവരുടെ ദൈവം, എന്താണ്? നാശമാണ് അവരുടെ അന്ത്യം. കാര്യം നിത്യതയില്ലെന്നാണ്. എപ്പിക്യൂറിയൻസും ഇന്ത്യയിൽ ചാർവാകൻസും ഒക്കെ ഈ നിലപാടുള്ള ആൾക്കാരാണ്. മുക്കറ്റം വരെ കഴിച്ചതിന് ശേഷം, ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെയും കഴിക്കാൻ വേണ്ടി വായി കൈയിട്ട് ഛർദ്ദിച്ച് കളഞ്ഞിട്ട് പിന്നെയും കഴിക്കുന്ന കക്ഷികളാണ് ചാർവാകൻസ്, ഇന്ത്യക്കാരൻ. ബുദ്ധിസത്തിൽ മുമ്പുണ്ടായിരുന്ന ഒരു വർഗ്ഗമാണ്, ഒരു ചിന്താപദ്ധതിയാണ്. അക്കാലങ്ങളിൽ ഗ്രീസിലുണ്ടായിരുന്ന ആൾക്കാരാണ് എപ്പിക്യൂറിയൻസ്. എപ്പിക്യൂറിയൻസിനെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. എന്താ അവർ പറയുന്നത്? യെസ്റ്റർഡേ ഈസ് ഡെഡ് ആൻഡ് ഗോൺ, ടുമോറോ ഈസ് അൺസർട്ടൻ, ടുഡേ ഈസ് അവേഴ്സ്, ലെറ്റ് us മേക്ക് മെറി. അതാണ്. ഇതിനെതിരെയാണ് സുവിശേഷം എന്നും സത്യദൈവത്തെ കാണിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. അവരെന്താ പറയുന്നത്? എപ്പിക്യൂറിയൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്നലെ ഉണ്ട്, കഴിഞ്ഞു പോയി, നാളെ ഇനി ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. ഇന്നാണ് നമ്മൾക്കുള്ളത്, അതുകൊണ്ട് ഇന്ന് ആവോളം ആനന്ദിക്കാം. ആവോളം ആനന്ദിക്കുന്ന ഭാഗമായിട്ടാണല്ലോ ഈ കൊറോണ കാലത്തെല്ലാം അബോർഷൻ സെൻറ്റർ ആദ്യം തുറന്നത്. ആരാധനാലയം തുറന്നതിനല്ലേ ഇവിടെ പ്രശ്നം ഉണ്ടായുള്ളത്. ആരാധനാലയങ്ങൾ തുറന്നതിനാണ് ഇത്രയും ബഹളങ്ങൾ കാണിച്ചു കൂടിയത്, തുറക്കാൻ അനുവദിച്ചതിന്. അബോർഷൻ സെൻറ്റർ തുറന്നതിന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. എങ്ങോട്ട് നമ്മൾ പോകുന്നോ? വിശ്വാസി എവിടെ നിൽക്കണം? ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യ കുഞ്ഞുങ്ങളെ വയറ്റിലിട്ട് കൊല്ലാൻ വേണ്ടി നിയമം എഴുതി വെച്ചിരിക്കുന്ന രാജ്യമാണിത്. ആർക്കും ഒരു പ്രശ്നമില്ല. ഒരു ആനക്കുഞ്ഞ് ചത്തപ്പോൾ എല്ലാ കോർപ്പറേറ്റുകളും സിനിമാ നടന്മാരെല്ലാവരും വീട്ടിൽ ഇരുന്ന് മുങ്ങാൻ തുടങ്ങി, AC റൂമിലിരുന്നുണ്ട്. ഒരു കർഷകൻ ഒരു ചെടി മുളപ്പിച്ച്, ഒരു ഞാറ് മുളപ്പിച്ച് നമുക്ക് അരി ഉണ്ടാക്കി തരുന്നവൻ എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയപ്പോഴേ, അറിയാത്ത അബദ്ധമാണത്, അറിഞ്ഞുകൊണ്ടല്ല, ഒരബദ്ധം പറ്റിയപ്പോഴേ, ഇപ്പോൾ ചക്കിനി വെച്ചത് കൊക്കിനി കൊണ്ടെന്ന് പറഞ്ഞ പോലെ അബദ്ധം പറ്റിയപ്പോൾ അതൊരു നാഷണൽ ദുരന്തമായിട്ട് കൊട്ടിഘോഷിച്ചു. കേരളത്തെ സൈഡ് ലൈൻ ചെയ്യാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പൊതുസമൂഹം ചെയ്യുന്നു എന്നുള്ളത് മലയാളി മനസ്സിലാക്കണം. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. ഒരു മൃഗത്തിൻ്റെ പേരിൽ അരിയുണ്ടാക്കുന്നവൻ്റെ കൈക്ക് കയ്യാമം വെച്ചുകൊണ്ട് അകത്ത് കൊണ്ട് ഇട്ടുകൊണ്ട് ഈ രാജ്യം എന്ത് നേടും? കാര്യം നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഞാൻ ആ ആന ചത്തതിനെ നീതീകരിക്കുകയല്ല. ആനയല്ല, ഒരു ഉറുമ്പ് പോലും ചകർന്നതിന് സഭ നീതീകരിക്കത്തില്ല, ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിന്.
പക്ഷേ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാനോ തുറന്ന മനസ്സോട് കാണുവാനോ അതിന് പറ്റുന്ന രീതിയിലുള്ള മനുഷ്യോന്മുഖമായ പരിസ്ഥിതിജന്യമായ നിയമ സംവിധാനങ്ങളും ജീവന് സുരക്ഷിതം ലഭിക്കാൻ ബാധ്യതയുള്ള സ്ഥലത്താണ് നിയമങ്ങൾക്ക് അർത്ഥം ഉണ്ടാകേണ്ടത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. മനുഷ്യരെക്കാളും മൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ബൈബിൾ നമ്മളെ എന്തുമാത്രം മുന്നോട്ട് കൊണ്ടുവന്നോ. ഈ കാളക്കുട്ടിയൊക്കെ അങ്ങനെ വരണതാ. ദൈവത്തെക്കാളും മനുഷ്യനേക്കാളും മൃഗത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആരാധനാ സംവിധാനങ്ങളെ നമ്മുടെ പ്രാക്ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ശരിക്കും പ്രാക്തന ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്താണ് കാളയെന്ന് പറയണത്? വിത്ത് കാള എന്താണത്? അത് പശുക്കിടാവിനെ ജനിപ്പിക്കുന്ന ബീജമുള്ള ഉർവര സംവിധാനത്തിൻ്റെ ഭാഗമാണ്, ഫലപുഷ്ടിയുടെയൊക്കെ ഭാഗമാണ്. ഈജിപ്ഷ്യൻ കാഫ് വർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നെറ്റിൽ അടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് കൊയ്ത്തും ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഉർവരതയുമായിട്ട്, ഭൂമിയുടെ ഉർവരതയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ അപ്പം തന്നെ അർത്ഥം, അപ്പം കൊണ്ട് മാത്രം എന്ന് പറഞ്ഞ് ആ സംഭവം. കാളക്കുട്ടി ആരാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാള ഫലപുഷ്ടിയുടെയും ഉർവരതയുടെയും, നമുക്കറിയാമല്ലോ പ്രാചീന മനുഷ്യൻ്റെ ഇന്നല്ലേ ഇപ്പോൾ വ്യവസായവും കമ്പ്യൂട്ടറും ഒക്കെ IT ഒക്കെ വരണത്. പണ്ട് മനുഷ്യരുടെ ജോലി എന്താണ്? കൃഷിയും കന്നുകാലി വളർത്തലും. സാമൂഹ്യ പാഠങ്ങൾ പഠിക്കുമ്പോൾ നമ്മളെന്താ പറയണത്? അവിടെ ജനം എങ്ങനെ ജീവിച്ചത്? കൃഷി കൊണ്ടും കന്നുകാലി വളർത്തൽ കൊണ്ടും. അപ്പോൾ കൃഷിയുടെയും കന്നുകാലി വളർത്തലിൻ്റെയും പ്രതീകമാണ് കാള. കാളയെ ആരാധിക്കുമ്പോൾ ആരാണ് ആരാധിക്കണത്? കൃഷിയെയാണ് ആരാധിക്കണത്. അതുപോലെ തന്നെ കന്നുകാലികളെ ആരാധിക്കുകയാണ്. പാലിനെ ആരാധിക്കുന്നു, അതുപോലെ തന്നെ അപ്പത്തെ ആരാധിക്കുന്നു. അപ്പം കൊണ്ട് മാത്രം, അതാണ് സാധനം. അപ്പം അപ്പം കൊണ്ട് മാത്രമാണ് മനുഷ്യൻ ജീവിക്കണതെന്ന് ആദ്യകാലം മുതലുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇതിനെയാണ് ബൈബിൾ തിരുത്തണത്. മരുഭൂമിയിൽ നടത്തിക്കൊണ്ട് തിരുത്തും. മരുഭൂമി നടത്തിക്കൊണ്ട് ബൈബിൾ തിരുത്തുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ അപ്പമില്ലാത്തൊരു കാലത്ത് ഇതിലേക്ക് മനുഷ്യനെ കടത്തിവിടുമ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, നിയമാർത്ഥനം 8:3 വായിക്കണത് എന്താണ്? മനുഷ്യൻ അവിടെ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ചത് നിങ്ങളെ എളിമപ്പെടുത്താനും. പിന്നെന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ട് കൂടിയാണ് മനുഷ്യൻ ജീവിക്കണമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, നിയമാവർത്തനം 8:3. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഇന്നുവെന്നും ദൈവം ജീവിക്കുന്നു, ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു. ഇന്നുവെന്നും ദൈവം ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം കൊണ്ട് മാത്രമെന്നുള്ള ചിന്താ പദ്ധതികളാണ് ആരാധനയ്ക്കെതിരായി വരുന്ന മതനിരപേക്ഷത എന്ന് പറയണത്. അത് വിശ്വാസ നിരപേക്ഷതയായിട്ട് വരും, അവിശ്വാസമായിട്ട് തന്നെ വരും. അത് നമ്മൾ തിരിച്ചറിയണം. ചില ആൾക്കാർ പറഞ്ഞില്ലേ ആരാധനാലയങ്ങൾ തുറക്കാൻ പോകുന്നുവെന്ന് ഗവൺമെൻറ് അനുവാദം കൊടുത്തപ്പോൾ തന്നെ എന്താ പറയണത്? ആരാധനാലയം തുറക്കണത് എന്തിനാണെന്ന് അറിയാവോ? എന്തിനാണ്? ആത്മീയ കച്ചവടത്തിനാണ്, പണം. പിന്നെ പറയും ഇന്ന് ഒരു സോഷ്യൽ മീഡിയയുടെ പോസ്റ്റ് ഉണ്ട്, എന്താണെന്നറിയാവോ? അയൽവാസികൾക്ക് കൊടുക്കാനുള്ള കാശ് ദേവാലയത്തിൽ കൊണ്ട് നേർച്ചപ്പെട്ടി ഇടാൻ വേണ്ടിയാണ് ആരാധന തുറക്കേണ്ട ഉദ്ദേശം. എല്ലാം ഇങ്ങനെ പറയണവരെല്ലാം പണം പണം പണമെന്നാണ് പറയണത്. ആരാധനാലയം പണം. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയണം. നമ്മളറിയാതെ കയറി അത് ശരിയാണെന്ന് വിശ്വസിക്കുകയില്ലേ? കാര്യം എല്ലാം പണമെന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, ഇല്ലേ? എന്തിനും പണമെന്ന് പറയും, എന്ത് വാ പൊളിച്ചാൽ പണമെന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് ആരാധന ഒന്നും പ്രശ്നമല്ല, ദൈവം പ്രശ്നമല്ല, പണമാണ് പ്രശ്നം. ഒരു സ്ത്രീ ഒരു ആരാധന നടത്തി അപ്പത്തിൻ്റെ സമയത്ത്, അപ്പം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആരാധന നടത്തി. അവളാണ് പറഞ്ഞത് ലോകത്തോട് അപ്പം ഭക്ഷിക്കുമ്പോഴും ആരാധന നടത്താമെന്ന്. അല്ല, ആരാധന നടത്തുമ്പോൾ അപ്പം ഭക്ഷിക്കാമെന്നല്ല പറഞ്ഞത്.
നമുക്ക് ലാസൻ്റെ പെങ്ങളെ ബethനിയായാലും മറിയം തരുന്നൊരു ഭാഗമുണ്ട്, ഒരു പാഠമുണ്ട്. എന്താണ്? അപ്പം ഭക്ഷിക്കുമ്പോഴും ആരാധന നടത്താവുന്നതാണ്. അവളത് എപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ലൂക്കായുടെ യോഹന്നാൻ്റെ സുവിശേഷമില്ലേ 12:5 വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും അത്. യോഹന്നാൻ്റെ സുവിശേഷം 12:5 എന്താ എഴുതിയിരിക്കണത്? അവിടെ അപ്പം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, സദ്യ നടക്കുകയാണ്, കർത്താവിന് ഒരു വിരുന്ന് നടക്കുകയാണ്. ആ വിരുന്ന് നടക്കുമ്പോഴും ആ വിരുന്ന് പങ്കെടുക്കാതെ അവൾ ആരാധന നടത്തുകയാണ്. 300 ദിനാരക്കുള്ള സുഗന്ധതൈലം പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് കർത്താവിൻ്റെ പാദങ്ങൾ പൂശി ആരാധന നടത്തുകയാണ്. അവളെന്താ പറയണ ലോകത്തോട്? അപ്പത്തേക്കാൾ വലുതാണ് ആരാധനയെന്ന്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. വിരുന്ന് കഴിക്കുന്ന സമയത്ത് അവൾ നടത്തുന്ന ആരാധനയ്ക്കെതിരെ വിമർശനമുണ്ടായി. വൈ ദിസ് വേസ്റ്റ് എന്നാണ് ചോദിച്ചത്. ഈ പണമുണ്ടെങ്കിൽ അത് വാങ്ങിച്ച്, അതിനപ്പം വാങ്ങിച്ച്, ഭക്ഷണം വാങ്ങിച്ച് പാവത്തങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നെന്നാണ് ആ മനുഷ്യൻ ചോദിച്ചത്. ആരാണ്? ജൂഡാസ് കറിയോത്ത. അതാണ് സംഭവം. അവരുടെ ഒരു സുവിശേഷം സമാന്തരമായിട്ട് എല്ലാ കാലങ്ങളിലും ഉണ്ടാകും. വിശ്വാസിയെ തിരിച്ചറിയണം. ആരാധനയേക്കാൾ വലുതാണ് അപ്പം എന്ന് പറയുന്നത്. പക്ഷേ യോഹന്നാനൊരു കാര്യം പറയും, അവൻ കള്ളനാണെന്ന് പറയും. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റുന്ന നോക്കുന്ന അത് എന്തിൻ്റെ പേരിലായാലും അവൻ കള്ളനായിരിക്കും. അതാണ് സുവിശേഷത്തിൻ്റെ കാഴ്ചപ്പാട്. കാര്യം എന്താണ്? ഈ സ്ത്രീ തന്നെ ചെയ്ത വേറൊരു കാര്യമുണ്ട്. മാർത്ത അടുക്കളയിൽ ആഹാരത്തിൻ്റെ ഭയങ്കര തിരക്കുകൾ കാണിക്കുമ്പോഴേ അന്നും അവൾ കർത്താവിൻ്റെ പാദത്തിങ്കൽ ഇരുന്നു കൊണ്ട്, ഇത് ലാസറിൻ്റെ പെങ്ങള്, ഇനി മാർത്തായും മേരിയും നമ്മൾ ലൂക്കാസ് സുവിശേഷം അവതരിപ്പിക്കുന്ന മാർത്തായും മേരിയുമുണ്ട് 10:39. അത് ഇവർ തന്നെയാണ്. അന്നും മേരിക്കൊരു കാഴ്ചപ്പാടുണ്ട്. എന്താണ്? ആഹാരത്തേക്കാൾ വലുതാണ് ആരാധനയെന്ന്. അത് ബൈബിൾ ആദ്യകാലം മുതൽ ഫൈറ്റ് ചെയ്യുന്നൊരു വിഷയമാണ്, മനുഷ്യരാശിയെ പഠിപ്പിക്കുന്നൊരു വിഷയമാണ്. ഉടനെ മാർത്ത വന്ന് പറയും ആഹാരമാണ് വലുതെന്ന് പറയും. കർത്താവിനോട് പറയും ആഹാരമാണ് വലുതെന്ന് പറയും. എന്നെ സഹായിക്കാൻ ആരാധിക്കുന്നവരെ വിളിച്ചുകൊണ്ട് വരാൻ പറയും. ഇപ്പം ആരാധന ആവശ്യമൊന്നുമില്ല, ഇപ്പം ആഹാരത്തിൻ്റെ സമയമാണ്, എന്നെ സഹായിക്കാൻ അവളെ വിളിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പം കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്. എന്താ വാക്ക്? മാർത്ത, മാർത്ത, നീ പല കാര്യങ്ങളെ ഓർത്ത്. അതാ 10:39, 10:39-40 ലൂക്കായുടെ സുവിശേഷം. പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വ്യഗ്രചിത്തയായിരിക്കുന്നു. മാർത്താക്കെതിരെ കർത്താവ് 3 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്: ഉത്കണ്ഠ, വ്യഗ്രചിത്തത, പരിഭ്രമം. ഇപ്പോൾ 10:39, 10:40 വായിക്കുമ്പോൾ വാക്കുകൾ കാണും. കർത്താവോട് പറഞ്ഞു, മാർത്ത, നീ പലതിനെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠാകുലയും അസ്വസ്ഥതയുമായിരിക്കുന്നു. അപ്പോൾ അതിനകത്തുള്ള അസ്വസ്ഥത, ആഹാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഈ അസ്വസ്ഥത എപ്പോഴും കാണും. പ്രാർത്ഥിക്കുന്നവരെ കാണുമ്പോൾ, ദേവാലയം തുറക്കുന്ന കാണുമ്പോൾ, ആഹാര മേഖലയെ മാത്രം ഉദരമാണ് ദൈവം എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ മാർത്തയുടെ അസ്വസ്ഥത കാണും, പരിഭ്രാന്തി കാണും. അത് വിശ്വാസം തിരിച്ചറിയണം. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധനയെക്കാളും ദൈവത്തെക്കാൾ വലുതാണ് തീറ്റയും കുടിയും. അതിനേക്കാൾ വലുതാണ് വിനോദമെന്നാണ് കൊടുത്ത കാളക്കുട്ടിയുടെ മുമ്പിൽ, സ്വർണ്ണത്തിൻ്റെ കാളക്കുട്ടിയുടെ മുമ്പിൽ ആരാധിക്കുന്ന ജനത്തെക്കുറിച്ച് ദൈവവചനം പറയണത്. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകം 32:14 എഴുതിയിരിക്കുന്നത്. ആ കാളക്കുട്ടിയുടെ മുമ്പിൽ അവർ തിന്നാനും കുടിക്കാനും
വിനോദങ്ങൾ ഏർപ്പെടാനും തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ഈ വിനോദത്തിൻ്റെ സമൂഹത്തിലേക്കാണ് മോശ കർത്താവിൻ്റെ വചനങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പറയും, The Lord God is your God. There shall not be another God. ഈ കാളക്കുട്ടിയാണ് വിശ്വാസി. വ്യക്തതയോടെയാണ് കർത്താവിൻ്റെ വചനം വായിക്കേണ്ടത്. കാലത്തിൻ്റെ ഓരോ സംഭവങ്ങളോടും ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ ഇതിനെ കത്തിച്ച് കളയുകയാണ് ചെയ്യണത്. ഗോൾഡൻ കാഫിനെ, സ്വർണ്ണത്തിൻ്റെ കാളയെ മോസസ് തല്ലി പൊട്ടിച്ച് കത്തിച്ച് കളയും. അത് പറയാതെ നമ്മൾ പറയുന്ന വാക്കെന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ട് കൂടിയാണ്. അങ്ങനെയുള്ള പ്രവണതകൾ കർത്താവിൻ്റെ കാലം തൊട്ട് ഇന്ന് വരെ അങ്ങ് തുടർന്നു പോകുന്നത്. അതിനെതിരെയുള്ള ജാഗ്രതയാണ് വിശ്വാസ ജീവിതം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പത്തെ തള്ളിപ്പറയുകയല്ല, ആഹാരത്തെ തള്ളിപ്പറയുകയല്ല. ആഹാരമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആഹാരത്തിൻ്റെ പേരിൽ ദൈവത്തെ തള്ളിപ്പറയരുത്. നിങ്ങൾക്ക് ഈശോനെ അറിയാമല്ലോ. നമുക്ക് ഈശോനെ മാത്രം കേട്ടാലും മതി. ലോകത്തെ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ബാധ്യത നമുക്കില്ല. ഈശോ എന്നാ ചെയ്തത്? ആഹാരം വർദ്ധിപ്പിച്ച ദിവസം ആഹാരം വേണം, ഞാൻ ഇവരും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴി തളർന്നു വീഴുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് അപ്പത്തെ വർദ്ധിപ്പിച്ചത്. 5000 പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയത്. പക്ഷേ തീറ്റിപ്പോറ്റിയതിന് ശേഷം കർത്താവ് കിടന്നുറങ്ങിയില്ല. മത്തായിയുടെ സുവിശേഷം 14:21 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോസ്തലന്മാരെ നിർബന്ധിച്ചുകൊണ്ട് വിശ്രമിക്കാൻ പോയിട്ട് കർത്താവ് മലയിലേക്ക് കയറിപ്പോയെന്ന്. എന്തിനാ അവൻ കയറിപ്പോയത്? പിതാവിനെ ആരാധിക്കാൻ പോയതാ. അതാണ് മത്തായിയുടെ സുവിശേഷം 14:23. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കണത് എന്ന് അവൻ പിശാചിനോട് പറഞ്ഞിരുന്നു. ഇപ്പോഴവൻ പറയാതെ അവൻ്റെ ജീവിതം കൊണ്ട് അത് പ്രകടിപ്പിക്കുകയാണ്. അപ്പം വർദ്ധിപ്പിച്ച രാത്രി 14:23 അവൻ മലയിലേക്ക് കയറിപ്പോയി. രാത്രി ഉറങ്ങാനുള്ളതാണ്. ആ വിശ്രമത്തെക്കാൾ വലുതാണ് കർത്താവിന് ആരാധനയെങ്കിൽ ദൈവവൈതലേ, ഞാനും നീയും ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം അതാണ്. ആരാധിക്കാൻ ദൈവത്തിന് അനുഗ്രഹം ലഭിച്ചവർക്ക് ചിലപ്പോൾ വിശ്രമത്തെക്കാളും ആഹാരത്തെക്കാളും വലുത് ആരാധനയായിരിക്കും. അതിന് എതിരെ വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും ജാഗ്രതയോടെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് ദൈവത്തിൻ്റെ സമൂഹത്തിൻ്റെ അംഗമായി ജീവിക്കുവാൻ, കർത്താവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദൈവത്തിന് പക്ഷം ചേർന്ന് ജീവിക്കാൻ ആത്മാവാണ് ജീവൻ നൽകുന്നത് എന്ന് പറയുമ്പോൾ 3:6 പറയുന്നില്ലേ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം പരശൂന്യമാണ്. പരശൂന്യമായ ജഡത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആത്മാവിനെ പണയപ്പെടുന്ന പ്രവണതയ്ക്കെതിരെയാണ് ഈശോ സംസാരിച്ചത്. ലോകം മുഴുവൻ നേടിയാലും നമ്മൾ 16 മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കും, നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധ
പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും. വീണ്ടും സ്തുതിക്കട്ടെ മക്കളെ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, അപ്പം കൊണ്ട് മാത്രമല്ല എന്നുള്ളത് ഒരു നിലപാടാണത്, ഒരു വിശ്വാസിയുടെ നിലപാടാണ്, ഒരു നയമാണത്. അപ്പം കൊണ്ട് മാത്രമല്ല എന്നുള്ളത് വിശ്വാസിയുടെ ജീവിത ശൈലിയാണ്, അത് ഒരു സമീപനമാണ്, അത് ഒരു സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ്, അതൊരു സംസ്കാരമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ആരാധന, ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ജീവിത അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്നുള്ളത് ഒരു ആധ്യാത്മിക സ്വത്വത്തിൻ്റെ സ്വയം പ്രകാശനമാണത്. അതിലൂടെയാണ് നമ്മുടെ ആരാധനക്രമങ്ങളെല്ലാം രൂപപ്പെട്ടു വരുന്നത്. അതൊരു ശീലമാണ്, അതൊരു സ്വഭാവമാണ്, ശീലമാണ്, സമ്പ്രദായമാണ്, സംസ്കാരമാണെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മക്കളൊരു കാര്യം മനസ്സിലാക്കണം, അതൊരു ജീവിതശൈലിയാണ്. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ നോക്കിയാൽ, ഇപ്പോൾ ഒരു കുടുംബത്തിന് ഇപ്പം നമുക്ക് ഏറ്റവും കുറേ ഒരു 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 മിനിമം എന്ന് പറയാവുന്ന ഒരു കുടുംബത്തിൽ ചിലപ്പോൾ 5 മുറി ഉണ്ടാവും. തീരെ പാവപ്പെട്ടവരാണെങ്കിൽ 3 മുറിയേ ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മൾ ആരാധന സ്ഥലങ്ങൾ എവിടെയാണ് നമ്മുടെ വീട്ടിൽ വെക്കണത്? ആരാധന സ്ഥലങ്ങൾ പ്രധാന മുറിയിൽ വെക്കും അല്ലേ? 5 മുറി 50 മുറിയോ ഉണ്ടായാലും കർത്താവിൻ്റെ സാന്നിധ്യമുള്ള പ്രതിഷ്ഠ വെക്കണത് ഒരു മുറിയിലായിരിക്കും അല്ലേ? അവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഈ അപ്പം കൊണ്ട് മാത്രമല്ല എന്നുള്ളത് ചെറുതായിട്ട് ലഘുവായിട്ടൊന്ന് ജീവിതമായിട്ട് തട്ടിച്ച് നിങ്ങൾക്കൊരു ഒരു സൂചന തരികയാണ്. നമുക്ക് അടുക്കളയുണ്ട്, പിന്നെ അല്ലേ, കിച്ചൺ, രാജധാനി പോലുള്ള കിച്ചൺ, പിന്നെ ബെഡ്റൂം ഇല്ലേ, പിന്നെ ഡ്രസ്സിങ് റൂം ഇല്ലേ, പിന്നെ ഡ്രോയിങ് റൂം, പിന്നെ സ്റ്റഡി റൂം, ഇങ്ങനെ കുറേ, പിന്നെ വർക്ക് ഏരിയ ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റോർ റൂം ഉണ്ടാവും. ഇങ്ങനെ ഇപ്പോൾ സ്റ്റോർ റൂം എന്തിനുള്ളതാണ്? അരി, പച്ചക്കറി, പലവ്യഞ്ജനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുക. എന്തിനുള്ളതാണത്? ശരീരത്തിനുള്ളതാണ്. അപ്പം കൊണ്ട് മാത്രം. അപ്പമാണ് അതിൻ്റെ ഉദ്ദേശം. അടുക്കള എന്തിനുള്ളതാണ്? അടുക്കളയും ആഹാരം പാകം ചെയ്യാൻ എന്തിനുള്ളതാണ്? അപ്പത്തിന് വേണ്ടിയുള്ളതാണ്. ആഹാരം നമുക്ക് കഴിക്കാനുള്ള അല്ലേ. ഇനി ഡ്രസ്സിങ് റൂമുണ്ട്, എന്തിനുള്ളതാണ്? ഈ ശരീരം ഒന്ന് മറക്കാൻ വേണ്ടിയുള്ളതാണ്. അതും ശരീരത്തിൻ്റെതാണ്, അപ്പം കൊണ്ട് മാത്രമാണ്. ശരീരത്തിനാണ്. എല്ലാ മുറികളും ശരീരത്തിനുള്ളതാണ്. മുഴുവൻ റൂഫ് എന്തിനുള്ളതാണ്? ശരീരത്തിന് കുളിരും മഴയും വെയിലും കൊള്ളാതിരിക്കാൻ ശരീരത്തിനുള്ളതാണ്. ആ വീടിൻ്റെ മുഴുവൻ മുറികൾ. ഇനി ബെഡ്റൂം എന്തിനുള്ളതാണ്? അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകാൻ വേണ്ടി ഈ ബെഡ്റൂം ഉപയോഗിക്കപ്പെടുന്നു അല്ലേ, വിശ്രമിക്കാനും ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ എന്തിനുള്ളതാണ്? ബോഡിക്കുള്ളതാണ്. അപ്പോൾ എല്ലാ മുറികളും ശരീരത്തിൻ്റെതാണ്. എല്ലാ മുറിയും അപ്പത്തിൻ്റെതാണ്, ജഡത്തിൻ്റെതാണ്. അപ്പോൾ ഒരു മുറി മാത്രമാണ് നമുക്ക് പ്രാർത്ഥനാ മുറി ഉള്ളത് അല്ലേ. തീരെ പാവപ്പെട്ടവരാണെങ്കിൽ ആ മുറിയിൽ നമ്മൾ വിശ്രമിക്കുക, വേറെ മാർഗ്ഗമില്ലല്ലോ നമുക്ക്.
അപ്പോഴും മറ്റേ മുറി, മറ്റ് കിച്ചൺ ആയാലും സ്റ്റോർ റൂം ആയാലും അതുപോലെ തന്നെ ബെഡ്റൂം ആയാലും അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കണത് എന്ന് പറഞ്ഞ വചനങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ എങ്ങനെയാണത് പ്രാവർത്തികമാക്കണത്? അവിടെയും നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കണം. കിച്ചണിലായാലും അരി കഴുകുമ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റും നമുക്കല്ലേ? അത് തവിച്ച് വെക്കുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴും. ഞാൻ പൊതുവായിട്ട് സംസാരിച്ചതാണ്. ഇപ്പം തോബിയാസ്, കൊച്ചു തോബിയാസ്, അവന് ജീവിത പങ്കാളിയെ നൽകിയപ്പോൾ, ദൈവം നൽകിയപ്പോൾ അവർ ഒരുമിക്കാൻ പോകുന്ന മുമ്പ് കൊച്ചു തോബിയാസ് എന്താ പ്രാർത്ഥിച്ചത്? അപ്പോൾ ഞാൻ ഈ സഹോദരി സ്ത്രീയെ സമീപിക്കണത് ജഡാസക്തിയോടെ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിന് വേണ്ടി, കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവരവരുടെ വിവാഹ രാത്രികളെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബെഡ്റൂമിലും പ്രാർത്ഥന നടക്കും, പ്രാർത്ഥനാ മുറിയിലും പ്രാർത്ഥന നടക്കും. ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഒരു ജീവിത സമീപനമാണ്, ശൈലിയാണ്. പഠനമുറിയിലും പ്രാർത്ഥന നടക്കും. ഇതെല്ലാവരും ഈ വിശ്വാസ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇനി ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വചനമാണ്. നമ്മൾ എവിടെയെല്ലാം പഠിക്കുന്ന സ്ഥലത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത്, വിശ്രമിക്കുന്ന സമയത്ത്, ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് എവിടെയെല്ലാം നീ ദൈവത്തിനെ ഓർക്കുന്നുവോ അവിടെയെല്ലാം നീ പറയാതെ പറയുന്ന വചനമാണ്. അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കണത്, മനുഷ്യൻ ദൈവത്തിന് വായിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടാണെങ്കിൽ നീ ദൈവപൈതലായി മാറി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. ഒത്തിരിയേറെ പേരെ നമ്മുടെ തിരുഹൃദയ വണക്കത്തിലും കഴിഞ്ഞ മാസം മെയ് മാസത്തിലും മാതാവിൻ്റെ വണക്കമാസത്തിലും പിന്നെ ഇപ്പോഴ് എല്ലാ ഞായറാഴ്ചയും അഭിനന്ദ പിതാവിൻ്റെ കുർബാന നടക്കുമ്പോൾ കുർബാനയുടെയും ഒക്കെ ഇപ്പോഴ് ഉടമ്പടി ആരാധനയൊക്കെ ജനങ്ങളെ കൃപാസനത്തിലേക്ക് അവരുടെ ജീവിത വേദനകളും വിഷമതകളും പറഞ്ഞ് പ്രാർത്ഥനാ സഹായം സമർപ്പിക്കുന്നുണ്ട്. അവരെല്ലാവരെയാണ് ഞങ്ങളിപ്പോഴേ ഓർക്കുന്നത്. ഈ പ്രാർത്ഥനയിലും ആരാധനയിലും ഈശോ ദിവ്യകാരുണ്യമേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവർ എൻ്റെ ഇടയ്ക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവേ, വിശന്ന് വരഞ്ഞ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഞാൻ അവരെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴി തളർന്നു വീഴുമെന്ന് പറഞ്ഞുകൊണ്ട് കരുണയോടെ അപ്പത്തെ വർദ്ധിപ്പിച്ചു കൊടുത്ത കർത്താവേ, ഞങ്ങളുടെ ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളെയും കരുണയോടെ കടാക്ഷിക്കുന്നവനെ, അനേകായിരങ്ങളെയും കൊടികളെയും ഓരോ ദിവസവും കാലവും നീ സന്ധിക്കുന്നവനെ, നിന്റെ സന്ധിപ്പിൻ്റെ വരതുകറി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ കണ്ണിൽ തുടക്കുന്നതിന് വേണ്ടി നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ, അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, രോഗികളെ ഇപ്പോഴേ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അഭയം പ്രാപിക്കുക. നിങ്ങളുടെ ബന്ധുക്കൾ പലരും ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് പൂട്ടപ്പെട്ടിരിക്കുന്ന കൃപാസന വാതിക്കൽ വന്ന് അമ്മയെ പുറത്തു നിന്ന് കണ്ടിട്ട് പോകും. അവരാശുപത്രിയിലേക്കൊക്കെ പോകുന്നവരായിരിക്കും. പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്നവരുടെ കൂടെ അങ്ങനെയുള്ളവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുക. കൃപാസനം ഒന്ന് തുറന്ന് കിട്ടിയിരുന്നെങ്കിൽ അമ്മയുടെ സന്നിധാനത്ത് എത്തിച്ചേരാമായിരുന്നല്ലോ എന്ന് ഓർത്ത് വേദനിക്കുന്നവരും അവിടെ മെസ്സേജ് ഇടുന്നുണ്ട്. അവിടെ കണ്ണുനീരും ഞങ്ങൾ ആരാധനയ്ക്ക് വയ്ക്കുന്നു. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ലോകം മുഴുവനും ഓരോരോ പ്രയാസങ്ങളിലെ അഭയം പ്രാപിച്ച് പ്രാർത്ഥനാ സഹായത്തിനായി അപേക്ഷിച്ചിരിക്കുന്നവരുടെ വിവിധങ്ങളായ ജീവിത സമ്മർദ്ദങ്ങളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ദിവ്യകാരുണ്യമേ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരെ സ്പർശിക്കണമേ, അവരെ ആശ്വസിപ്പിക്കണമേ, അവരെ സന്തോഷിപ്പിക്കണമേ, സാക്ഷികളാക്കി മാറ്റണമേ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിയിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സംരംഭങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ചിന്തിച്ച് ആലോചിച്ച് പറഞ്ഞതല്ല, എൻ്റെ മനസ്സിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് തോന്നിക്കുന്നതാണ്. സംരംഭകർ പലരും ഈ ആരാധന ഇപ്പോൾ കൂടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. സംരംഭകരെന്ന് പറയുന്നത് ഓരോരോ ജീവിത മാർഗങ്ങളില്ലേ, അതാണ് അതിനുവേണ്ടി ഉദ്യമങ്ങൾ നടത്തുന്നവരെ, അവിടെ പദ്ധതികൾ, ജീവിതമാർഗത്തിൻ്റെ പദ്ധതികൾ, ചിലപ്പോൾ തൊഴിൽ പദ്ധതിയാകാം. അതിനോട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ സാമ്പത്തിക വിഷമത്തിൽ വിഷമിക്കുന്നവരുണ്ടാകാം, സാങ്കേതിക നിയമക്കുരുക്കി ചെന്ന് ചാടിയിട്ടുള്ളവരുണ്ടാകാം, ചിലപ്പോൾ കേസ് കൊടുത്തിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തവരുണ്ടാകാം. ഇങ്ങനെ എല്ലാ സംരംഭകരെയും അച്ഛൻ ഈ പരിശുദ്ധ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ശ്രുതികടെ നല്ലവനായ ഈശോയുടെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്രം കർത്താവേ, സംരംഭകരെ അങ്ങയുടെ തിരുസന്നിധിയിൽ അവിടെ ഉദ്യമങ്ങളെ വഴിമുട്ടി അവിടെ കഴിവ് കൊണ്ട് നടക്കാത്ത ഒരു വഴിമുട്ടി നിൽക്കുന്ന എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കരുത്ത് പ്രവർത്തിക്കട്ടെ. അതിൻ്റെ ഭീമാകരമായ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു അനിശ്ചിതത്വത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസമൊക്കെ തുടങ്ങിയെന്നൊക്കെ പറയാമെങ്കിലും ഗവൺമെൻറ് തന്നെ പറഞ്ഞത് ടെസ്റ്റ് കേസാണെന്ന്. ശാശ്വതമല്ലെന്നല്ല എൻ്റെ അർത്ഥം. ഇപ്പോൾ അധ്യയന വർഷം തുടങ്ങിയതിന് ശേഷം ഇപ്പോഴിങ്ങനെ വന്നില്ലേ, 2 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ സംവിധാനങ്ങളില്ല ഇവിടെ. അത് നമുക്കൊരു സൂചനയാണ്.
നമ്മുടെ സ്വയം പര്യാപ്തത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു തരത്തിലും നേടാത്തതിൻ്റെ ഒരു അവസ്ഥയാണൊക്കെ വരുന്നത്. നമ്മളത് തോന്നിപ്പിച്ചാണ്. ഈ ഗവൺമെൻറ് തുടങ്ങി വെച്ചത് നല്ലതായി. പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതായത് നമ്മുടെ പര്യാപ്തമല്ല ആ മേഖലയിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി ആ മേഖല നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കരുതി അത് കറക്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അതൊരു ശാശ്വതമായ വഴികൾ എടുക്കണമെങ്കിൽ കുറേ കാലമെടുക്കും. കൊറോണ നമ്മുടെ രാജ്യത്ത് നിന്ന് പോകാതെ ഒരു മാർഗ്ഗവുമില്ല ശരിക്കും. അപ്പം നമ്മളത് വളരെ ഗുരുതരമായ വിഷയമാണ്. ഇതിന് വാക്സിൻ കണ്ടുപിടിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാവുന്ന, നമ്മുടെ മാത്രം റിസ്കിൽ ചെയ്യാവുന്ന കാര്യമാണ്. ഈ റിസ്കുകളൊന്നും കുറേ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ നിസ്സഹായമായ ഒരു അവസ്ഥയിലല്ല. കാര്യം സോഷ്യൽ ഡിസ്റ്റാൻസിങ് നമുക്കറിയാം. അജ്ഞാത ഉത്ഭവങ്ങൾ അറിയാൻ പറ്റണില്ല. കൊറോണയുടെ പല സ്ഥലങ്ങളിൽ ഉത്ഭവങ്ങൾ അറിയാൻ പറ്റണില്ല എന്നുള്ള സൂചനയാണ് വാർത്തകളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊതു കയ്യിൽ നിന്നും, സമൂഹത്തിൻ്റെ കയ്യിൽ നിന്നും ഈ കാര്യം വിട്ടുപോയി. ജനങ്ങൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ എവിടുന്ന് വന്നു എന്നറിയാൻ പറ്റാത്ത അവസ്ഥയായി. അത്രയും സങ്കടകരമായൊരവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഈ ഒരു മേഖലയിൽ ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായ സത്യമാണ്. നമ്മൾ ആരും അല്ല എന്നുള്ളത് മനസ്സിലായി. ആരുമല്ല. ഇനി ദൈവം മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കൊറോണയ്ക്കും അതുപോലെ തന്നെ പല രോഗങ്ങൾക്കും മരുന്ന് കണ്ടുപിടിക്കുന്നതിന് ശാസ്ത്ര ലോകത്തെ അങ്ങ് ആശീർവദിക്കണമേ കർത്താവേ. ഇതിന് തിരുമുറി പാടുന്ന വലത്ത് കരത്താൽ കർത്താവേ ഇതിന് സമാധാനം ഉണ്ടാകാൻ, മനുഷ്യ സമൂഹം സമാധാനത്തിൽ ജീവിക്കുവാൻ ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ.